സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിനെ കാറിൽ വെച്ച് പീഡിപ്പിച്ചു. ഗ്രേഡ് എസ് ഐ കസ്റ്റഡിയിൽ. പിണറായി വിജയന്റെ പോലീസ് മേധാവികൾ സ്വർണം പൊട്ടിക്കുകയും ഹവാല പരിപാടികൾ നടത്തി മുന്നേറുകയും ചെയ്യുമ്പോൾ ഗ്രേഡ് എസ് ഐമാർ സ്വന്തം മകളുടെ പ്രായമില്ലാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച് രസിക്കുന്നു. ഇതാണ്ട്ര കോരൻ വിഭാവനം ചെയ്ത നവകോരളം. ചന്ദ്രശേഖരൻ എന്ന ഗ്രേഡ് എസ് ഐ ആണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിനെ പീഡിപ്പിച്ച കേസിൽ കസ്റ്റഡിയിലുള്ളത്. +1 വിദ്യാർത്ഥിനിയാണ് തൃശൂർ റൂറൽ വനിതാ പോലീസിൽ പരാതി നൽകിയത്. വിദ്യാർത്ഥി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സംഭവം. ചാപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപം കാറിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. തനിക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളെക്കുറിച്ച് സ്റ്റുഡൻസ് കൗൺസിലറോട് സംസാരിക്കവെയാണ് പെൺകുട്ടി തനിക്കുണ്ടായ പീഡന വിവരം വെളിപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുകയും തുടർന്ന് റൂറൽ വനിതാ പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയുവാൻ ഞങ്ങൾ തൃശൂർ റൂറൽ വനിതാ പോലീസ് സ്റ്റേഷനിലെ SHOയെ വിളിച്ചപ്പോൾ ഈ കേസ് കൊടുങ്ങല്ലൂർ SHOയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. മറ്റ് യാതൊരു വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾക്ക് കൊടുങ്ങല്ലൂർ SHO അരുൺകുമാറുമായി ബന്ധപ്പെടുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ SHO അരുൺകുമാറുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയുവാൻ കഴിഞ്ഞത് ഇതുവരെ ചന്ദ്രശേഖരൻ എന്ന ഗ്രേഡ് എസ് ഐയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് കുറച്ചുകൂടി കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നാണ് അറിയിച്ചത്. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ചന്ദ്രശേഖരൻ എന്ന ഗ്രേഡ് എസ് ഐ ഒരു ഞരമ്പനാണെന്നും ആ കുട്ടിയെ പീഡിപ്പിച്ചെന്നുമാണ്. ഇപ്പോൾ പരാതിക്കാരിയായ കുട്ടിയെയും വീട്ടുകാരെയും അനുനയിപ്പിച്ച് കേസിൽ നിന്നും ഊരുവാനുള്ള തീവ്ര ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു കാരണവശാലും ഈ നരാധമനെ വെറുതെ വിടരുത്. എത്രയും വേഗം ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക, സർവീസിൽ നിന്നും പിരിച്ചുവിടുക. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തേണ്ടുന്ന വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ അവന്റെ മകളുടെ പ്രായമില്ലാത്ത പെൺകുഞ്ഞിനെയാണ് ഈ പിതൃശൂന്യൻ നശിപ്പിച്ചത്. മറ്റു കള്ളന്മാരെ സംരക്ഷിക്കുന്നത് പോലെ ഈ ആവാസനെ സംരക്ഷിക്കുവാൻ അനുവദിക്കരുത്. ഇവന്മാരുടെ കഴപ്പ് തീർക്കുവാൻ വേണ്ടിയാണോ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്? എന്തിനു വേണ്ടിയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംവിധാനം ഇവിടെ ആരംഭിച്ചത് എന്ന് നോക്കാം. നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പൗരബോധം, ജനാധിപത്യ മര്യാദകൾ എന്നിവ പാലിക്കുന്ന നിസ്വാർത്ഥരായ സാമൂഹിക സേവനം ജീവിതചര്യയായി കരുതുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക, യുവാക്കളിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം, ആത്മനിയന്ത്രണം, അച്ചടക്കം എന്നിവ വളർത്തിയെടുക്കുവാനും അതുവഴി കഠിനാധ്വാനം ചെയ്യുവാനും വ്യക്തിപരമായ നേട്ടങ്ങൾ സ്വായത്തമാക്കുവാനും അവരെ പ്രാപ്തരാക്കുക, കുറ്റകൃത്യ പ്രതിരോധം, ക്രമസമാധാന പരിപാലനം, റോഡ് സുരക്ഷാ പ്രചാരണം എന്നിവയ്ക്കും ആഭ്യന്തര സുരക്ഷ, ദുരന്ത നിവാരണം എന്നീ മേഖലകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും കേരള പോലീസ് മറ്റ് നിർവഹണാധികാരികളായ വനം, ഗതാഗതം, എക്സൈസ് എന്നീ വകുപ്പുകളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ യുവാക്കളെ പ്രാപ്തരാക്കുക, അതുവഴി ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാട് വളർത്തിയെടുക്കാനും മൗലിക അവകാശങ്ങളെ ബഹുമാനിക്കുവാനും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പ്രകാരം തന്റെ കടമകൾ നിർവഹിക്കുവാനും അവർക്ക് പ്രചോദനമേകുക, യുവാക്കളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുക, തങ്ങളുടെ തന്നെ ഉള്ളിലുള്ളതും മറ്റുള്ളവരിലുള്ളതുമായ ചീത്ത പ്രവണതകളെ പ്രതിരോധിക്കുവാൻ പ്രാപ്തരാക്കുകയും അതുവഴി ലഹരി, മദ്യ ഉപയോഗം, അസഹിഷ്ണുത, നശീകരണ പ്രവണത, ഭിന്നത, തീവ്രവാദം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുവാൻ അവരെ പ്രാപ്തരാക്കുക, യുവാക്കളിൽ നേതൃത്വ പാടവം, കൂട്ടായ പ്രവർത്തന നൈപുണ്യം, നൂതന ചിന്താശേഷി, പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ് എന്നീ ഗുണങ്ങൾ വളർത്തിയെടുക്കുകയും ആത്യന്തിക വിജയം കൈവരിക്കുന്നതിനായി തങ്ങളിൽ അന്തർലീനമായ ശക്തികളെയും സാധ്യതകളെയും കണ്ടെത്തി വികസിപ്പിച്ചെടുക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ലക്ഷ്യങ്ങൾ വെച്ചാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആരംഭിച്ചത്. കേരളത്തിലെ 249 ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി ഇന്ന് 2010 ഓഗസ്റ്റ് 2 ആരംഭിച്ച ഈ പദ്ധതി പ്രകാരം ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം 16,000 വിദ്യാർത്ഥികളും സ്കൂൾ തല കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായി പരിശീലനം നേടിയ 500ഓളം അധ്യാപകരും അംഗങ്ങളായിട്ടുണ്ട്. ഇത്തരം ആഭാസന്മാരാണ് ഈ സേനയെ നിയന്ത്രിക്കുന്നതെങ്കിൽ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഊരുറപ്പിച്ച് എങ്ങനെ അയക്കും? ഇവന് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഈ പിതൃശൂന്യന്റെ പേരിൽ എത്രയും വേഗം കേസെടുക്കുക, ഇവന്റെ ഫോട്ടോ മാധ്യമങ്ങൾക്ക് എത്രയും വേഗം അയച്ചു തരിക, എത്രയും വേഗം ഇവനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.